റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആശാപ്രവർത്തകർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാത്ത സർക്കാരാണ് ആഘോഷത്തിന് 100 കോടി നീക്കിവെക്കുന്നതെന്ന് ആരോപണം. വികസിത കേരളം വെറും മുദ്രാവാക്യമല്ല, മറിച്ച് ബിജെപിയുടെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നുണ്ട്. സനു, വളരെ വ്യക്തമായി രാജീവ് ചന്ദ്രശേഖർ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആശാപ്രവർത്തകർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാത്ത സർക്കാരാണ് 100 കോടി മുതൽ മുടക്കിൽ ഇപ്പോൾ സർക്കാരിന്റെ 9ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് അദ്ദേഹം, അല്ലേ? ദേവിക, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസിത കേരളം സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതായത് ആശാ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവാത്ത സർക്കാരാണ് 9ാം വാർഷികാഘോഷത്തിന് വേണ്ടി 100 കോടി രൂപ ചെലവാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ താൻ നേതാവാകാനല്ല വന്നത്, തന്റെ പ്രവർത്തകരെ നേതാവാക്കാൻ വേണ്ടിയാണ് വന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എന്തായാലും വികസിത കൺവെൻഷനും അതേപോലെ ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇവിടെ തുടക്കമായി തൃശൂർ സിറ്റിയിൽ തുടക്കമായിരിക്കുകയാണ്. അതേപോലെ തന്നെ മെയ് 10-ാം തീയതി വരെയാണ് ഈ കൺവെൻഷനുകൾ നടക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അടക്കം പാർട്ടി സംവിധാനങ്ങളെ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ബിജെപി സംസ്ഥാന തലത്തിൽ 30 സംഘടനാ ജില്ലകളിലും ഈ വികസന സെമിനാറുകളും വികസന യോഗങ്ങളും സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2014 ഇന്ത്യ എങ്ങനെയാണോ നിന്നത്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണോ നിന്നത്, അതിൽ നിന്നും ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കേരള സംസ്ഥാനത്തെ നോക്കുമ്പോഴത്തേന് കേരള സംസ്ഥാനം 2014 ഇന്ത്യ രാജ്യം എങ്ങനെ നിന്നോ അതേ നിലയിലാണ് കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പെന്നും അദ്ദേഹം ആരോപിച്ചു. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും തൊഴിലില്ലായ്മ അടക്കം സംസ്ഥാനത്ത് തൊഴിലില്ലായ്മയും അതേപോലെ വിലക്കയറ്റവും അതിരൂക്ഷമായിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ ബിജെപി പ്രവർത്തകർ, അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി താഴെത്തട്ടിൽ എത്തിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ മറ്റു പേരുകളിലേക്ക് മാറ്റി അത് സംസ്ഥാന സർക്കാരിന്റെ ആക്കി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ സാഹചര്യത്തിന് തടയിടുന്നതിന് വേണ്ടി ഓരോ ബിജെപി പ്രവർത്തനം താഴെത്തട്ടിലേക്ക്, ഓരോ വോട്ടർമാരിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും എത്തണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയൊരു പങ്കാളിത്തമാണ് തൃശൂർ സിറ്റിയിലെ വികസന സെമിനാറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്, വികസന കൺവെൻഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് സെക്രട്ടറി നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ പാർട്ടിയുടെ സ്ഥിരാംഗങ്ങൾ അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതായത് 1700-ലധികം പ്രവർത്തകർ ഈ യോഗത്തിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തവും ഈ യോഗത്തിലുണ്ടായി. രാവിലെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വലിയൊരു ആവേശത്തിലാണ് പ്രവർത്തകർ ഈ സമ്മേളന നഗരിയിലേക്ക് സ്വീകരിച്ചത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ബലിദാനികളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും തുടർന്ന് സൗത്ത് ജില്ലയിലെ കൺവെൻഷനും സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യും. ശരി.